നമ്മളിപ്പോൾ വൈശാഖ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വ്യാസൻജിയോട് വൈശാഖ മാസത്തിന്റെ വ്രതാനുഷ്ഠാനങ്ങളെ പറ്റി ചോദിച്ചറിയാം. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം ഇവിടെ കുനിയിൽ ദേവസ്ഥാനത്ത് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് സമയം നിങ്ങളോടൊക്കെ സംസാരിക്കാനൊരു ഭാഗ്യം തന്ന ഗുരുവായൂരപ്പന് നന്ദി പറയുന്നു. ആദ്യം തന്നെ വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. വൈശാഖ മാസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വൈഷ്ണവ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശേഷപ്പെട്ട ഒരു സമയമാണ്. നമ്മൾ വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മത്തിൻ്റെ രൂപമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഗുരുവായൂരപ്പനെയാണ്, മഹാവിഷ്ണുവിനെയാണ്, നാരായണനെയാണ്. ആ നാരായണൻ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഈ ഒരു വൈശാഖം എന്നാണ് നമ്മൾ പറയുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തെ വേറൊരു പേരൂടെ പറഞ്ഞ് അറിയപ്പെടും. അത് മാധവ മാസം എന്നാണ്. ഭഗവാൻ അത്രയും ഇഷ്ടപ്പെട്ട സമയമാണ് എന്നാണ് പറയുക. ഭഗവാന്റെ ചൈതന്യം വൈകുണ്ഠത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രസരിക്കുന്ന ഒരു സമയമാണ് വൈശാഖം എന്ന് പറയും. അതും ഭഗവാൻ മഹാലക്ഷ്മി സമേതനായിട്ട് ഈ സമയത്ത് ഭൂമിയിൽ ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വൈശാഖ മാസക്കാലത്ത് ഭഗവാനെ മാത്രം പൂജിക്കുന്ന രീതിയല്ല നമ്മൾ പിന്തുടരുന്നത്. ലക്ഷ്മി സമേതനായിട്ടുള്ള ലക്ഷ്മി നാരായണ മൂർത്തിയെ പൂജിക്കുക ഈ സമയത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഭഗവാന്റെ ഈ ഒരു സമയത്തിൻ്റെ വിശേഷം, ഏറ്റവും അധികം ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ള സമയമാണ് വൈശാഖം. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വൈശാഖ മാസത്തിലെ 3-ാമത്തെ തിഥി, അതിനെ തൃതീയ നമ്മൾ വിളിക്കും.